ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ബ്രില്യൻറ്റിലെ ഹോസ്റ്റലിനെ പറ്റി സംസാരിക്കാം. ഞാൻ ബ്രില്യൻറ്റിൽ 2 വർഷം റിപ്പീറ്റ് ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനും ബ്രില്യൻറ്റിലെ പാലയിലെ ഹോസ്റ്റൽസിലാണ് നിന്നിട്ടുള്ളത്. അപ്പം ബ്രില്യൻറ്റിലെ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിലെ ഹോസ്റ്റൽസൊക്കെ അലോട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു മാർക്കും റാങ്കും ബേസ് ചെയ്തിട്ടാണ്. ഒന്നെങ്കിൽ നമ്മുടെ നീറ്റ് സ്കോർ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ +1 +2 ബോർഡ് എക്സാം സ്കോർ വെച്ചായിരിക്കും അവർ നമുക്ക് ഹോസ്റ്റൽസ് അലോട്ട് ചെയ്യുക. അപ്പം ബ്രില്യൻറ്റിൽ 2 ടൈപ്പ് ഹോസ്റ്റലുണ്ട്. ഒന്ന് സൂപ്പർവൈസ് ഹോസ്റ്റലും 2 കൺട്രോൾ ഹോസ്റ്റലും. ഈ സൂപ്പർവൈസ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മാർക്ക് കുറവുള്ള കുട്ടികൾക്കാണ് സൂപ്പർവൈസ് ഹോസ്റ്റൽസ് കൊടുക്കാറ്. അവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ബ്രില്യൻറ്റിലെ ഒരു ഡയറക്റ്റ് കൺട്രോൾ ആയിരിക്കില്ല. അവിടുത്തെ സ്റ്റാഫ്സ് ആയിക്കോട്ടെ, അവിടുത്തെ വാർഡൻ ആയിക്കോട്ടെ, അത് ബ്രില്യൻറ്റിൽ നിന്നുള്ള സ്റ്റാഫ്സോ വാർഡനോ ആയിരിക്കില്ല. ബ്രില്യൻറ്റിൽ ആ ഒരു ഹോസ്റ്റലിൽ ജസ്റ്റ് ഒരു സൂപ്പർവിഷൻ മാത്രമേ ബ്രില്യൻറ്റിൽ നിന്ന് ഉണ്ടാവൂ. പല ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പം ഓരോ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റൽസ് ഉണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ സിസ്റ്റേഴ്സ് നോക്കുന്നതായിരിക്കും. അങ്ങനെ ഇപ്പം ആ ഒരു ഹോസ്റ്റലിലെ ഓണേഴ്സ് ആയിരിക്കും നോക്കുന്നത്. ബ്രില്യൻറ്റിൻ്റെ സ്റ്റാഫ്സ് ആയിരിക്കില്ല സൂപ്പർവൈസ് ഹോസ്റ്റലിൽ ഉണ്ടാവുക. പിന്നെ കൺട്രോൾ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ്സ് ആയിക്കോട്ടെ, വാർഡൻ ആയിക്കോട്ടെ, എല്ലാം ബ്രില്യൻറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മോസ്റ്റ്ലി എല്ലാ ബ്രില്യൻറ്റിലെ കൺട്രോൾ ഹോസ്റ്റൽസിലും വാർഡൻ എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൽ തന്നെ ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും. ബ്രില്യൻറ്റിൽ ക്ലാസ് ടീച്ചേഴ്സ് ആയിട്ടല്ല, ഓരോ മെൻറ്റേഴ്സായിട്ട് ഓരോ ക്ലാസ്സിനും അലോട്ട് ചെയ്തേക്കുന്ന സ്റ്റാഫ്സ് ആയിരിക്കും വാർഡനായിട്ട് തന്നെ വരിക. പിന്നെ ക്ലീനിങ് സ്റ്റാഫ്സ് ആയിക്കോട്ടെ, അല്ലാത്തവരൊക്കെ ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ ഉള്ളവരായിരിക്കും. അത് മാത്രമല്ല, ബ്രില്യൻറ്റിലെ ഒരു ഡയറക്റ്റ് കൺട്രോൾ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ബ്രില്യൻറ്റിലെ സൂപ്പർവൈസ് ഹോസ്റ്റലായിക്കോട്ടെ, കൺട്രോൾ ഹോസ്റ്റലായിക്കോട്ടെ, നമുക്ക് എപ്പോഴും ബ്രില്യൻറ്റിൻ്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമുക്ക് എപ്പോൾ വയ്യാതായാലും നമുക്ക് ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതേപോലെ തന്നെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരത് പരിഹരിക്കും. അതിപ്പോൾ സൂപ്പർവൈസ് ആണെങ്കിലും കൺട്രോൾ ആണെങ്കിലും അവർ ഒരേപോലെയാണ് അത് കൊണ്ടുപോകുന്നത്. അതിലൊരു വ്യത്യാസവും ഇല്ല. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർവൈസ് ഹോസ്റ്റലിൽ ബ്രില്യൻറ്റിൻ്റെ ഫുഡ് ആയിരിക്കത്തില്ല. ആ ഹോസ്റ്റലിലല്ല, അവിടുത്തെ ഓണേഴ്സിൻ്റെ ഫുഡായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ബ്രില്യൻറ്റിലെ കൺട്രോൾ ഹോസ്റ്റൽസിലാണെങ്കിൽ ബ്രില്യൻറ്റിലെ ഒരു മെനു ഉണ്ട്. ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ബ്രില്യൻറ്റിലെ കൺട്രോൾ ഹോസ്റ്റൽസിൽ എല്ലാം ഫുഡ് വരുന്നതും. ബ്രില്യൻറ്റിലെ സ്റ്റാഫ്സിൻ്റെ ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കൺട്രോൾ ഹോസ്റ്റലാണെങ്കിലും സൂപ്പർവൈസ് ഹോസ്റ്റലാണെങ്കിലും ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വ്യത്യാസമില്ല. പിന്നെ ഏത് ഹോസ്റ്റലാണെങ്കിലും നമുക്ക് കിട്ടിയ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കുക, അതാണ് മെയിൻ കാര്യം. നമ്മൾ എത്രത്തോളം